നമ്മുടെ ലൈഫിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? പോസിറ്റീവ് മാത്രം എഴുതിയാൽ നമ്മൾ ഭയങ്കര അഹങ്കാരികളായി പോകും. അപ്പൊ നമുക്ക് നമ്മളുടെ നെഗറ്റീവും കൂടിയും നമുക്ക് എഴുതാം. ആദ്യം പോസിറ്റീവ് എഴുതി, ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിക്കാം. എന്തൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വെല്ലുവിളികൾ? നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇതെന്തൊരു ചോദ്യമാണല്ലേ? പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ അവിടെ എന്തെടുക്കുന്നു, ഇവിടെ എന്തെടുക്കുന്നു, അനാവശ്യമായിട്ടുള്ള കുറെ ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരും. അപ്പോൾ അനാവശ്യ ചിന്തകൾ വരുന്ന വ്യക്തിയാണെങ്കിൽ എഴുതിക്കോളൂ. അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളിയാണ്. അതുപോലെ ചില ആളുകൾക്ക് അനാവശ്യ ചിന്തകൾ വരുമെങ്കിൽ അത് നെഗറ്റീവ് തോട്ട്സ് മാത്രം വരുന്ന ആളുകളുണ്ട്. നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില ആളുകളോടുള്ള ദേഷ്യം, വൈരാഗ്യം, അല്ലെങ്കിൽ അവരെന്നെ ചതിച്ചല്ലോ, അങ്ങനെ കുറെ പണ്ട് നടന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടിരുന്ന് കരയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അവരുടെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അത് അവർക്ക് എഴുതാം. ചില ആളുകൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ധൈര്യമായിരിക്കും, പക്ഷെ പുറത്തിറങ്ങിയാൽ എല്ലാത്തിനും പേടിയായിരിക്കും. അപ്പൊ പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വെല്ലുവിളിയാണ്. ചില ആളുകൾ ഭയങ്കര വായാടികളായിരിക്കും, പക്ഷെ സ്റ്റേജിന്റെ മുന്നിൽ കയറി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ പേര് സ്ഥലം മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും. അതുപോലും പറയാനായിട്ട് അവർക്ക് ഭയങ്കര എന്താണ് പബ്ലിക്കായിട്ട് സ്പീക്ക് ചെയ്യാനായിട്ട് അവർക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഷൈനസ് ആയിരിക്കും. ആളുകളെ അഭിമുഖീകരിക്കാനായിട്ട് അറിയില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. ആളുകളുണ്ടെങ്കിൽ പേടി, ഷൈനസ്, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഇനി നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ്, പക്ഷെ വാങ്ങിക്കാൻ 5 പൈസ കയ്യിലില്ല. അപ്പൊ മണി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. നമുക്ക് കയറിക്കെടുക്കാനായിട്ട് ഒരു വീടില്ലെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ അത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെയാണോ നിങ്ങളുടെ വെല്ലുവിളികളായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ചിലപ്പോൾ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് ഒരു അസുഖമില്ല, മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ 100% ഹെൽത്തി ആണെന്നായിരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും അവരുടെയൊക്കെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മളുടെ ചില മെന്റൽ ബ്ലോക്കുകളായിരിക്കാം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. വെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മണി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. കുട്ടികളായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പാരന്റിങ്ങിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എണ്ണി പറയാൻ നമ്മളൊരു മത്സരമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് ആലോചിച്ചിട്ട് 1-2 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചലഞ്ചസ്, നിങ്ങളുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നൊന്ന് എഴുതും.